അപ്പോൾ ഭയങ്കരമായ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു ആസിഫിനെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ പൊതുവെ അത് സൺഡേ ഹോളിഡേയിലോ അല്ലെങ്കിൽ വിജയ് സൂപ്പറിലോ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ദിലീഷ് ഒറ്റ ഇരിപ്പിന് മൊത്തം കേട്ടു. ദിലീഷ് കഥ കേട്ട ഉടനെ പറഞ്ഞത് കൊള്ളാടാ, ഈ പരിപാടി മൊത്തം കൊള്ളാം. എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, സിനിമ വളരെ നന്നായിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റ് എല്ലാവരും കൂടെ പറഞ്ഞ് സിനിമ തീരുമ്പോൾ തലവൻ 2 എന്ന് എഴുതി വരുന്ന ഗ്രാഫിക്സ് വരെ ഞങ്ങൾ ചെയ്തു. എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ ഫ്രെയിം ചെയ്ത് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് കിരീടം സിനിമയുടെ തിരക്കഥയാണ്. ഞാൻ കറക്റ്റ് 8 മണിക്ക് 8:05 ലാൽ സാർ ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ രാവിലെ ആയതുകൊണ്ട് ലോഞ്ചിൽ ആരുമില്ല. പുള്ളി ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട്, നിങ്ങളാണോ മോനെ, വൈ ദിസ് ബുക്ക്, എന്തുകൊണ്ട് കിരീടം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കെയർഫുള്ളായി ജീവിക്കണം. ഒരു ചെറിയ തെറ്റ് നമ്മുടെ ഡെസ്റ്റിനിയെ മാറ്റിക്കളയും എന്നുള്ള സംഭവം. ആസിഫിന് വളരെ അടുത്തൊരു സുഹൃത്താണ്. ആസിഫിന്റെ എപ്പോഴും കൂടെ ഉള്ള ആളാണ്. ആസിഫിന്റെ ഏതൊക്കെ ആസ്പെക്ട്സ് ആണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഏറ്റവും ഒരു ഫേവറേറ്റ് ആസ്പെക്ട്സ് ആസിഫിന്റെ പെർഫോമൻസിൽ വരുമ്പോൾ? ഏറ്റവും ഇപ്പം ഇത്രയും സിനിമകളായി, ഇതിലെല്ലാം കണ്ടിട്ടുള്ളതിൽ ആസിഫിന്റെ പെർഫോമൻസിൽ ഏറ്റവും നല്ലൊരു ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ, ആസിഫിന്റെ ഈ പറയുന്ന ആസിഫിൽ ഒരു പേടിയുണ്ട്. ഓരോ സിനിമ കമ്മിറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴും ഇപ്പോൾ ഇതിൽ ബിജുവേട്ടൻ ജോയിൻ ചെയ്ത് ബിജുവിന് ഫസ്റ്റ് ഡേ മുതലുണ്ട്, പൂജ മുതലുണ്ട്. ആസിഫ് ആ സമയത്ത് വേറൊരു രാജ്യത്ത് ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസിഫ് ജോയിൻ ചെയ്യുന്ന 5-6 ദിവസത്തിന് ശേഷമാണ്. പോലീസ് യൂണിഫോമിലാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചുള്ള സീൻസ് വെച്ചാൽ തുടങ്ങുന്നത്. അപ്പോൾ ഭയങ്കരമായ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു ആസിഫിനെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ പൊതുവെ അത് സൺഡേ ഹോളിഡേയിലോ അല്ലെങ്കിൽ വിജയ് സൂപ്പറിലോ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാനങ്ങനെ എനിക്കങ്ങനെ ഇന്നലെ വരെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ടെൻഷൻ അനുഭവിക്കുന്ന ഒരാൾ. അപ്പം ഞാൻ ആസിഫ് കാരോണി പോയി ചോദിച്ചു, ആസിഫ് എന്ത് ടെൻഷനിലുള്ളൂ? ഞാനത് ഒരു ഭയങ്കര ഒരു നെർവസ്നെസ് ആയിരുന്നു. അതൊരു 3 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് പിന്നീട് മനസ്സിലായത് ഈ ബീച്ചേട്ടൻ്റെ പ്രത്യേകത, ഇപ്പുറത്ത് ഒരാളായിട്ട് പുള്ളി നിൽക്കുമ്പോൾ ഇപ്പുറത്ത് വരുന്ന ആളെക്കാൾ കൂടുതൽ സ്കോർ ചെയ്യുന്നൊരു സ്വഭാവം ബീച്ചേട്ടനുണ്ട്. ഈ പറയുന്ന നമ്മളിപ്പോൾ അയ്യപ്പനും കോശിയാണെങ്കിലും ഒക്കെ കിട്ടിയ കഥാപാത്രത്തിൻ്റെ ആയിരിക്കും, അനാർക്കലി ആയിക്കോട്ടെ, എല്ലാത്തിലും അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ ആസിഫ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും കണ്ണടച്ചാൽ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ എന്നുള്ള ഇമേജാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എൻ്റെ മനസ്സിൽ എപ്പോഴും കുറേ നാൾ വരെ ആസിഫ് എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുമ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിലെ ആ ട്രെയിനിലിരിക്കുന്ന സീനാണ് എനിക്ക് ഓർമ്മ വരിക. അപ്പോൾ അദ്ദേഹത്തിന് ബിജുവേട്ടൻ ഈ സിനിമയുടെ കഥാപരമായി ബിജുവേട്ടൻ്റെ ഒപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കേണ്ട ഒരു സംഗതിയാണല്ലോ. അപ്പൊ അതിന്റെ ടെൻഷനായിരുന്നു. പക്ഷെ അത് 3 ദിവസം കഴിഞ്ഞപ്പോൾ മാറി. പക്ഷെ അവര് തമ്മിലുള്ള ഈഗോ പൊട്ടി വഴക്കുണ്ടാവുന്ന ഒരു സീനുണ്ടല്ലോ, അത് ഞാൻ സിനിമയുടെ ഒരു 4-ാമത്തെ ദിവസം ഇവർ ജോയിൻ ചെയ്ത് 5-ാമത്തെ ദിവസം തന്നെ ഷൂട്ട് ചെയ്തു. പക്ഷെ അതിൽ ആസിഫ് വല്ലാണ്ട് കയറി സ്കോർ ചെയ്തു. ഞാൻ പറഞ്ഞു, ബീച്ചേട്ടൻ്റെ നോർമൽ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഭയങ്കര പണിയെടുത്ത് മാത്രമേ ബീച്ചേട്ടൻ്റെ ആ നോർമലിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. കാരണം പുള്ളിയുടെ ലുക്ക്, അത് കാര്യം പുള്ളിക്ക് ഈ പോലീസ് ക്യാമ്പിൽ, പോലീസ് ക്വാർട്ടേഴ്സിൽ വളർന്നതിന്റെ ഒരുപാട് പോലീസ് സൗഹൃദങ്ങളും പോലീസിന്റെ ശരീരഭാഷയും എത്രയോ പോലീസ് വേഷങ്ങൾ വെറുതെ ഇങ്ങനെ നിന്നാൽ മതി. ഇപ്പൊ വളരെ ഹിറ്റായ ഈ സിനിമയുടെ പോസ്റ്റർ ഉണ്ട്, ഈ ബിജുവേട്ടന്റെ മുഖവും ആസിഫിന്റെ മുഖവും മാത്രം വെച്ചിട്ട്. അതിൽ ആ ലുക്ക് എന്ന് പറഞ്ഞാൽ ബിജുവേട്ടൻ ചിരിക്കാതെ തന്നെ വെറുതെ നോക്കിയാൽ പോലും നമുക്ക് ഭയങ്കര ടഫായിട്ട് തോന്നും. അപ്പൊ അതിൽ അച്ഛൻ പോലീസായിരുന്നു ബിജുവേട്ടന്റെ. അപ്പൊ നമുക്കൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാം. ബിജുവേട്ടന്റെ ഒരു സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചോദ്യം ചെയ്യൽ സീക്വൻസ് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി SP കൊടുക്കുന്ന ഒരു സല്യൂട്ടൊക്കെ ഉണ്ട്. ഭയങ്കര അടിപൊളി, ഭയങ്കര സട്ടിലാണ്. ബാക്കിയുള്ളവരുടെ കാസ്റ്റിംഗ് ഇപ്പൊ ദിലീഷ് പോത്തിന് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ്. അതൊരു പുതിയൊരു കഥ പറച്ചിൽ രീതിയാണ്. നമ്മളിപ്പോ TV പ്രോഗ്രാംസിലൊക്കെ കാണും, ചരിത്രമെന്നിലൂടെയൊക്കെ പോലെ. അതിലൂടെ അതിപ്പോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫോർമാറ്റും കൂടെയാണ്. ആ ഫോർമാറ്റിൽ കഥ പറയുന്നു. അപ്പൊ അതിൽ ദിലീഷ് പോത്തൻ വളരെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന ഒരു കഥ അതിലൂടെ നറേറ്റ് ചെയ്യാം, പിന്നീട് ഒരു ടൈലന്റിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ആ ബാക്കി കാസ്റ്റിംഗ്, ദിലീഷ് ചേട്ടൻ ഉൾപ്പെടെയുള്ള കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു ചോയ്സസ്? ദിലീഷിന്റെ ഈ പറഞ്ഞ പോലെ ബിജു മേനോനും ആസിഫ് അലി ഇപ്പോൾ ഫസ്റ്റ് കമ്മിറ്റ് ചെയ്ത ആസിഫാണ്. ബിജുവേട്ടൻ ഇത് കമ്മിറ്റ് ചെയ്യണം എന്നുള്ള നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു. അത് പുള്ളി കമ്മിറ്റ് ചെയ്തു. പിന്നീട് നെക്സ്റ്റ് ഇവരെ എടാ എന്ന് വിളിക്കാൻ പറ്റുന്ന മലയാളികളുടെ ഉള്ളിൽ ഇമേജ് ഉള്ള അങ്ങനത്തെ ഒരു, ഇയാള് സ്ട്രെയിറ്റ് ആണോ ഗ്രേ ആണോ എന്ന് ഉറപ്പുണ്ടാവരുത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ആലോചിച്ചപ്പോഴാണ് ദിലീഷ് ചെയ്താൽ കൊള്ളാമെന്ന് അരുൺ നാരായണൻ പറയുന്നത്, എൻ്റെ പ്രൊഡ്യൂസറാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അദ്ദേഹം അത് ചെയ്യുമോ? അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം ദിലീഷിനെ വിളിച്ചു. ദിലീഷ് നേരെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. നേരെ കോട്ടയത്ത് പോയി അവിടെ ചെന്ന് ദിലീഷ് ഒറ്റ ഇരിപ്പിന് മൊത്തം കേട്ടു. ദിലീഷ് കഥ കേട്ട ഉടനെ പറഞ്ഞത്
കൊള്ളടാ, ഈ പരിപാടി മൊത്തം കൊള്ളാം. എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, സിനിമ വളരെ നന്നായിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് വളരെ കഥ പറഞ്ഞപ്പോൾ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. അത് വിഷ്വലിലും കൂടെ നീ കഥ പറഞ്ഞ പോലെ വന്നാൽ ഗംഭീരമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞാൽ അത് ശ്രദ്ധിക്കണം, അത് ഉറപ്പായിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അത് എൻ്റെ മാത്രം പടമല്ല, നമ്മളുടെ പടമല്ലേ, നമ്മൾ എല്ലാവരും കൂടെ ശ്രദ്ധിക്കുന്നു. അത് പിടിക്കാനുള്ള ഡയറക്ടറും കൂടിയാണല്ലോ. അപ്പൊ അല്ല, പക്ഷെ ആ സീക്വൻസിൽ ദിലീഷ് ഇല്ല. ദിലീഷ് പറഞ്ഞത് നമ്മൾ മൊത്തം ക്രൂ അത് ശ്രദ്ധിക്കണം, ആ ഏരിയ ഒന്ന് നോക്കണം. അപ്പൊ അങ്ങനെ അത് ദിലീഷ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മൾ അഡീഷണൽ കെയർ, കാരണം ഒരു സംവിധായകൻ പറഞ്ഞ പോലെ ഒരു ഡയറക്ടറും കൂടിയാണല്ലോ. അപ്പോൾ അതിൽ ആ അഡീഷണൽ കെയർ കൊടുത്തു, അത് വർക്കൗട്ടായി. അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഈ സിനിമ വർക്കൗട്ട് ആവില്ല. അത്രയും ഒരു ക്രൂഷ്യൽ പോയിന്റ് ആയിരുന്നു. അപ്പോൾ ദിലീഷ് അങ്ങനെയാണ് ഇതിലേക്ക് ദിലീഷ് വരുന്നത്. ദിലീഷ് അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ ദിലീഷ് എല്ലാ കാര്യത്തിലും, ഇപ്പോൾ സെറ്റിലുള്ളപ്പോൾ സജഷൻസ് പറയുന്ന കാര്യത്തിലായാലും, ഡബിങ്ങിന് വന്നപ്പോഴായാലും, എഡിറ്റിങ്ങിന്റെ സമയത്തും ഒക്കെ ഓരോരോ നല്ല നല്ല സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ സജഷൻസ് എല്ലാം ഞങ്ങൾ ഉൾക്കൊണ്ട് അത് ചെയ്തിട്ടുമുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നുന്നു ലൂസിഫറും വിക്രമും ഒക്കെ വന്നതിന് ശേഷമാണ് ഇപ്പൊ ഒരു സീക്വലിലുള്ള ഒരു ഹിന്റ് കൊടുത്തിട്ടുള്ള ഒരു എൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരുപാട് സിനിമകളിലായി, മലയാളത്തിൽ ഇപ്പൊ ഒരുപാട് സിനിമകളിൽ വന്നു. പക്ഷെ കുറെ അധികം സിനിമകൾ അതൊരു ഹിന്റ് മാത്രമായി, അതൊരു ത്രിൽ ഫാക്ടർ മാത്രമായി അവസാനിച്ചു. അത് പിന്നീട് സീക്വൽ ഉണ്ടെന്നൊന്നും കേട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഹിന്റ് കൊടുക്കാത്ത പ്രേമലുവിന് ഒരു സീക്വൽ അപ്പൊ ഈ സിനിമയും എൻഡ് ചെയ്യുന്നത് വളരെ നമ്മളെ ഹുക്ക് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് എൻഡ് ചെയ്യുന്നത്. അതൊരു അവിടെ നിങ്ങളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, സീക്വൽ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളെ ഭയങ്കര ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു പോയിന്റിലാണ് എൻഡ് ചെയ്തത്. അപ്പൊ എന്തായിരുന്നു അതിന്റെ ഒരു ബാക്കപ്പ് പ്ലാനും, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അത് ഞാൻ ആസിഫ് അലിയോട് പോലും പറഞ്ഞിട്ടില്ല, പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ടില്ല, ബിജു ഏട്ടനോട് പറഞ്ഞിട്ടില്ല. എന്റെ മനസ്സിൽ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോഴേ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അത് ഞാൻ വെറുതെ പറയുന്നല്ല, എൻ്റെ കാരണം അതുകൂടെ പറഞ്ഞാലേ മനസ്സിലാവും. ഇപ്പോൾ ഈ സിനിമയിലെ അവസാനത്തെ ഡയലോഗ് എന്ന് പറയുന്നത് ദിലീഷ് പറയുന്നതാണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സിനിമ അവസാനിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ലാസ്റ്റ് എല്ലാവരും കൂടെ പറഞ്ഞ് സിനിമ തീരുമ്പോൾ തലവൻ 2 എന്ന് എഴുതി വരുന്ന ഗ്രാഫിക്സ് വരെ ഞങ്ങൾ ചെയ്തു. ഇപ്പോൾ ഓവർസീസ് പ്രിവ്യൂവിനൊക്കെ പോയപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് കാണിച്ചത് 5 മാസം മുൻപ്, ജനുവരി പോയപ്പോൾ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വിവേക് പറഞ്ഞ ചോദ്യം എന്നെ അലട്ടാൻ തുടങ്ങി. ഈ പല സിനിമകളും നമ്മൾ അങ്ങനെ എഴുതി കാണിച്ചിട്ട് പിന്നെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അതില്ലാതെ പ്രേക്ഷകർക്ക് ഇത് പിടികിട്ടുമോ? ഞാൻ എഡിറ്ററോട് ചോദിച്ചു, സൂരജിനോട് ചോദിച്ചു, സൂരജ് നമ്മൾ അതങ്ങനെ എഴുതി കാണിച്ചില്ലെങ്കിൽ അവർക്കത് പിടികിട്ടുമോ? അപ്പോൾ സൂരജ് പറഞ്ഞു, നമ്മൾ എഴുതി കാണിക്കാതെ അവർക്കത് പിടികിട്ടിയാൽ അതാണ് ഏറ്റവും അൾട്ടിമേറ്റ്. അപ്പൊ നമുക്ക് മറ്റേ ചീത്തപ്പേരും ഇല്ല, ഇതില്ല. സിനിമ നന്നാവുകയാണെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതി. ഞാൻ അതിന്റെ ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിലാണ് ഉപയോഗിക്കുക പറഞ്ഞു. സിനിമ നന്നാവുകയാണെങ്കിൽ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതി. അതിനെക്കുറിച്ച് പ്രേക്ഷകർ സിനിമ നന്നായാൽ ഉറപ്പായിട്ടും ചോദിക്കും. അവർ ചോദിച്ചാൽ അതിന് മറുപടി പറയാം. എന്തായാലും ജിസിന്റെ മനസ്സിൽ അത് ആ കഥ, അങ്ങനെ ഒരു കഥയുണ്ടല്ലോ. കാരണം അതിനു മുമ്പേ പ്രേക്ഷകർക്കുള്ള ഒരു ക്ലോഷർ കൊടുത്തു, അവർക്ക് ആവശ്യമുള്ള സാറ്റിസ്ഫാക്ഷൻ എല്ലാം കൊടുത്തു. എന്നിട്ടൊരു പുതിയ എലമെന്റ് ആണ്. അതെ, അതിലൊരു കോമൺ ബിന്ദുവിനെ അതിന് ഇട്ടൂന്ന് മാത്രമേ ഉള്ളൂ. ആ 2 കഥയിലും ഉള്ള ഒരാളെ കൊണ്ടുവന്ന് ഇട്ടൂന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഈ ദിവസങ്ങളിൽ അത് അനൗൺസ് ചെയ്യാമെന്നുള്ള, ഒഫീഷ്യലി അനൗൺസ് ചെയ്യാമെന്നുള്ള ഒരു രീതിക്കാണ് നിൽക്കുന്നത്. എന്തായാലും ഉറപ്പായിട്ടും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഒരുപാട് ഹാറ്റ്സ് അണിയുന്ന ആളാണ്, റൈറ്ററാണ്, ലിറിസിസ്റ്റ് ആണ്, ആഡ് ഫിലിം മേക്കറാണ്, ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. ഇത് ഭയങ്കര ഒരു മൾട്ടി ടാസ്കിംഗ് ആണ്. എപ്പോഴും ജിസേട്ടൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ സ്വന്തം സിനിമയുടെ വർക്കിന്റെ ഇടയിൽ പോലും മറ്റു പല വർക്കുകളും ചെയ്യുന്നുണ്ടാവും. ഇതെങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പാരലി? ഞാൻ എന്തറിയോ, ഇപ്പൊ ഈ പറയുന്ന ഓരോ ജോലിയും ഞാൻ വളരെ ആഗ്രഹിച്ചും സ്വപ്നം കണ്ടും കഷ്ടപ്പെട്ടും സ്വന്തമാക്കിയെന്ന് വിശ്വസിക്കുന്നതാണ്. ഇപ്പൊ പാട്ടെഴുത്തുകാരനാകണമെന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സംവിധായകനാകണമെന്ന് പോലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പാട്ട് എഴുതണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. അത് ഓരോ പാട്ടിന്റെയും അർത്ഥങ്ങൾ, അതിന്റെ ഉള്ളിലുള്ള അർത്ഥങ്ങൾ, ചെറിയ പ്രയോഗങ്ങൾ, എന്തുകൊണ്ടായിരിക്കും അതിങ്ങനെ നിമിഷം മാറ്റി സമയം എഴുതിയത്, ഇങ്ങനെയൊക്കെ ആലോചിക്കും. അത് ഭയങ്കരമായിട്ട് ഗിരീഷ് ഏട്ടന്റെ പാട്ടുകളോട് അടങ്ങാത്ത പ്രേമുള്ളൊരു മനുഷ്യനാണ്. ബിച്ചു തിരുമലയുടെ പാട്ടുകളോടും തിരുമേനിയുടെ പാട്ടുകളോടും ഞാൻ പറഞ്ഞ ആ ജനറേഷന്റെ, അതിനുമ്പത്തെ പറയേണ്ട കാര്യമില്ല. ഓൻവൈക്കുറിപ്പും പി എ ഭാസ്കരൻ മാഷും വയലാറിനെയും ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമേ ഇല്ല, അറിയാം. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു കോളേജ് ജീവിത സമയത്ത് നമുക്ക് വല്ലാണ്ട് നമ്മളെ ആകർഷിച്ച പാട്ടുകൾ ഇവരുടെയൊക്കെ പാട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ പാട്ടെഴുത്തിലേക്ക് ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഡബിങ് ആർട്ടിസ്റ്റ് എന്നൊക്കെ ഈ സീരിയൽ ഡബ് ചെയ്യുമ്പോൾ 2000-ലൊക്കെ സീരിയൽ ഡബ് ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം ഒന്ന് TV കേൾക്കാൻ വേണ്ടി കൊതിച്ച് ആ എപ്പിസോഡ് വരാൻ വേണ്ടി കാത്തിരിക്കും.
അങ്ങനെ അപ്പൊ ഞാൻ പറയുന്നത് ഓരോ സമയത്തും ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇതെല്ലാം എന്റേത് കൂടി ആക്കി മാറ്റിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. ഒരു രീതിയിൽ ഇപ്പൊ ആഡ് ഫിലിം ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ഞാൻ ആഡ് ഫിലിം മേക്കർ മാത്രമാണ്. ഇപ്പോൾ പുഷ്പ പോലത്തെ പടം ഡബ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണ് ഇവിടെ വരിക. ഡയറക്ടർക്ക് വരാൻ പറ്റില്ല, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്നിട്ടാണ് എന്നെ ഡബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവർ പറയുന്ന കേൾക്കുന്ന ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. അവിടെ നമുക്ക് നമ്മളുടെ സജഷൻസ് പറയാം. അല്ലുവിന്റെ ഡബ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അവർ തരാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള തമാശകൾ പറയാൻ പറ്റും. അതിപ്പോ ചില പടങ്ങളിൽ തൃശ്ശൂർ ഭാഷയായിട്ടും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിപ്പോ ഓരോ ജോലിയിലും അങ്ങനെയുള്ള കാര്യങ്ങൾ അത് എൻജോയ്. ഈ സിനിമയുടെ സ്മോക്കിംഗ് കാർഡിൽ അനൗൺസ് ചെയ്യുമ്പോൾ പോലെ അല്ലു അർജുൻ അല്ലെങ്കിൽ ബൈസൈക്കിൾ തീവ്സിലോ സൺഡേ ഹോളിഡേയിലോ അവസാനത്തെ നറേഷനിൽ അല്ലു അർജുൻ. അതെ 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 അതെ. അപ്പൊ അത് ഓരോന്നിനും തമ്മിൽ ഞാൻ കൂട്ടിമുട്ടിക്കാൻ സമ്മതിക്കില്ല. എല്ലാം നമ്മൾ ചെയ്യുന്നു, പക്ഷെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അതിനെ കാണുന്നുള്ളൂ. അതാത് രീതിക്ക് അതിനെ കാണുന്നുള്ളൂ. ഇനി അങ്ങോട്ടുള്ള ഇപ്പം ഒരു ത്രില്ലർ സിനിമ എടുത്തു, അത് വളരെ സക്സസ്ഫുൾ ആയി. ഇനി അങ്ങോട്ടുള്ള ഏതൊക്കെ ജോണേഴ്സ് ആണ് എക്സ്പെരിമെന്റ് ചെയ്യണം? ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ജോണർ ഏതായിരിക്കും? ബേസിക്കലി എനിക്ക് ആൾക്കാരെ ചിരിപ്പിക്കുന്ന പടങ്ങളോടാണ് കൂടുതൽ താല്പര്യം എന്ന് വെച്ചാൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ എനിക്കിപ്പോൾ നമ്മുടെ ദൃശ്യം പോലത്തെ പടങ്ങൾ, അങ്ങനെ അഞ്ചാം പാതിര പോലത്തെ പടങ്ങൾ, ത്രില്ലേഴ്സിനോട് ഭയങ്കര രാക്ഷസം പോലത്തെ പടങ്ങൾ, പോർത്തൊഴിൽ പോലത്തെ പടങ്ങൾ ഭയങ്കരമായ ഇഷ്ടമുണ്ട്. ഈ രണ്ട് ഈ രണ്ട് ജോണേഴ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ. ഭയങ്കര ഫൈറ്റിനേക്കാളും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. ഭയങ്കര ഇടി മാത്രമുള്ള പടങ്ങൾ നമുക്ക് അങ്ങനെ. പക്ഷെ ഇടിയിൽ ഒരു കഥയുണ്ട്, ഇടിയിൽ ഒരു കഴമ്പുണ്ടെങ്കിൽ അത് ഓക്കെ. റീസൺസ് ഉണ്ടെങ്കിൽ ഇപ്പൊ സ്ഫടികം എത്ര ഇടിയുള്ള പടമാണ്, എത്ര ഇടിയുള്ള പടം. പക്ഷെ എന്ത് പടമാണത്, എത്ര ഇമോഷണലി ഹുക്കി. ഞാൻ അങ്ങനത്തെ ഒരു സ്ഫടികം പോലത്തെ ഒരു പടം എന്താ മലയാളത്തിൽ വരാത്തേന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം എത്ര തവണ നമ്മൾ കണ്ടു നമുക്ക് തന്നെ അറിയില്ല. അത്രയും തവണ നമ്മളെ അത് ഫൈറ്റ് കൊണ്ട് ത്രില്ലടിപ്പിക്കുമ്പോഴും പാട്ട് കൊണ്ട് നമ്മളെ വല്ലാണ്ട് ആകർഷിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലെ വല്ലാത്തൊരു സോളും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജും അത് എത്ര പേരൻസിനെ അത് സ്വാധീനിച്ചിട്ടുണ്ടാവും, എത്ര കുട്ടികളെ അത് എത്ര അധ്യാപകരെ സ്വാധീനിച്ചിട്ടുണ്ടാവും. എന്തിനാ മാഷെ അവന് ബൈക്ക് മേടിച്ചു കൊടുത്തത് എന്ന് ചോദിക്കുന്നതിൽ പോലും ഒരു വണ്ടി ഓടിക്കുമ്പോൾ പോലും ആൾക്കാർ ചിലപ്പോൾ അവൻ അത്രയേറെ ഒരു സിനിമ. ചില ആൾക്കാർ പറയും, വിവേക ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് സ്വാധീന ശേഷി ഇല്ല എന്നൊക്കെ പറയും. എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. സിനിമയ്ക്ക് അസാധ്യമായ സ്വാധീന ശേഷിയുണ്ട്. അത് സിനിമ എന്നല്ല, എല്ലാ കലാസൃഷ്ടികൾക്കും സ്വാധീന ശേഷിയുണ്ട്. പലരും പറയുന്നത് നെഗറ്റീവായിട്ട് മാത്രമേ സ്വാധീനിക്കുകയുള്ളൂ. നല്ല കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഈ 100 എക്സാമ്പിൾ പറഞ്ഞുതരാം. 100 എക്സാമ്പിൾ എത്ര ഇത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ തന്മാത്ര എന്ന് പറയുന്ന സിനിമ നമുക്ക് എന്തുമാത്രം നമുക്ക്, അതുപോലെ ഈ കിരീടം. ഞാനിപ്പോൾ എന്നെ സ്വാധീനിച്ച സിനിമയെ കുറിച്ച്, കിരീടം എന്ന് പറയുന്ന സിനിമ എന്നെ എന്തുമാത്രം സ്വാധീനിച്ചത്. എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ ഫ്രെയിം ചെയ്ത് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് കിരീടം സിനിമയുടെ തിരക്കഥയാണ്. അപ്പോൾ കിരീടം ബൈ ലോഹിത് ദാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിറപറയുടെ ആഡ് ഫിലിംസ് ചെയ്യുമ്പോൾ, ലാൽ സാറിനെ വെച്ച് ചെയ്യുമ്പോൾ, ലാൽ സാറിനെ കാണാൻ വേണ്ടി മംഗലാപുരത്ത് കായംകുളം കൊച്ചുണ്ണിയുടെ സെറ്റിൽ പോയി അവിടെ പോയിട്ടാണ് കഥ പറയുന്നത്. അപ്പോൾ ലാൽ സാർ ഞാനും കൂടെ ഒരുമിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് പോയിട്ട് അതൊരു ബ്യൂട്ടിഫുൾ യാത്രയായിരുന്നു. കാരണം ലാൽ സാറിനെ അതുവരെ ഞാൻ പരിചയപ്പെട്ടിട്ടേ ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല, ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ തലേദിവസം മാനേജർ മുരളിയേട്ടൻ വിളിച്ചു പറഞ്ഞു, ബൈക്ക് കറക്റ്റ് 8 മണിക്ക് ഹോട്ടലിന്റെ ലോഞ്ചിൽ ഉണ്ടാവണം, മംഗലാപുരത്താണ്. ശരി, ഞാൻ കറക്റ്റ് 8 മണിക്ക് 8:05 ലാൽ സാർ ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ രാവിലെ ആയതുകൊണ്ട് ലോഞ്ചിൽ ആരുമില്ല. പുള്ളി ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട്, നിങ്ങളാണോ? അതെ സാർ, വരൂ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്, 1.5 മണിക്കൂർ നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ നേരെ ഭയങ്കര രസമാണ്. പറഞ്ഞു വന്നപ്പോൾ ആ ഓർമ്മയിലേക്ക് വന്നാലുണ്ട്. ഒരു ഇന്നോവയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ലാൽ സാറ് വരുമ്പോൾ വലിയൊരു കാറ്, അതായത് ഭയങ്കര ഒരു 3-4 കോടി രൂപയുടെ ഒരു കാറ് വന്നിട്ട്, കാരണം ഇന്ത്യൻ സിനിമയുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ആളാണ് കയറാൻ പോകുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ഈ ഒരുമിച്ച് ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഒരു ഇന്നോവ വരുന്നു. പുള്ളിയുടെ മോൻ ഇവിടെ കയറിക്കോൾ, ബക്കറ്റ് സീറ്റ്സ് ആണ്. ഞാൻ ലാൽ സാർ ഇപ്പുറത്ത് കയറി, ഞാൻ ഡ്രൈവറിന്റെ തൊട്ടുപുറകുള്ള സീറ്റിലിരുന്നു. മോനെ ഇതിൽ ഫുള്ള് കൊതുകാണല്ലോ. അപ്പൊ ഇത് ഡ്രൈവറോട്, അപ്പൊ ഡ്രൈവർ, ഞാനിങ്ങനെ സത്യം പറഞ്ഞു എന്താ ഈ കാണിക്കുന്നത്, ലാൽ സാറിന്റെ വണ്ടിയിൽ കൊതുകോ?
ആ ലൈനിലാണ് ഞാനിരിക്കുന്നത്. അപ്പൊ അയാള് പറഞ്ഞു ഞാൻ ചില്ല് തുറന്നിട്ട് വണ്ടിയിൽ കിടന്നാണ് സാർ രാത്രി ഉറങ്ങിയത് എന്ന് പറയാം. ആണോ മോനെ, അയ്യോ മോനെ റൂം കിട്ടിയില്ലേ, അയ്യോ. പുള്ളി കൊതുകിന്റെ കാര്യമൊക്കെ വിട്ട് നേരെ മറിച്ചിട്ട് എന്നോട് പറയണ, അപ്പൊ ജസ്റ്റ് ഒന്ന് ചില്ല് താഴ്ത്തി ഇട്ടോളൂ, കൊതുക് എല്ലാം പുറത്തേക്ക് പോട്ടെ. ഒന്ന് ആലോചിച്ചു, നമ്മള് ലാൽ സാറിനെ കാണാൻ വേണ്ടി ഇവിടുന്ന് മംഗലാപുരം വരെ പോകുമ്പോ ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് നമ്മൾ സ്വപ്നത്തിൽ അല്ലേ, നമ്മൾ വിചാരിക്കുന്ന നേരെ കരവള്ളിലേക്ക് നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ റൂമിലേക്ക്. ഇങ്ങനത്തെ ഒരു എപ്പിസോഡിലാണ് വണ്ടി എടുക്കുന്നത്. സുചിത്ര ചേച്ചി വിളിക്കുന്നു, നമുക്ക് കൊതി ഉണ്ടാക്കുന്ന രീതിയിൽ ലാൽ സാറ് ചേച്ചിയോട് സംസാരിക്കുകയാണ്. അതായത് ഇപ്പൊ പ്രേമിക്കുന്ന രണ്ടുപേരും സംസാരിക്കുന്ന പോലെയാണ് സാർ സംസാരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ എന്റെ തീമേ ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ജീവിക്കാല്ലേ എന്നുള്ള ലൈനിൽ നമ്മളിരിക്കുന്നു. വണ്ടി പോകുന്നു, അങ്ങനെ കഥകൾ പറഞ്ഞു ഒരു 25-30 മിനിറ്റ് ആയപ്പോൾ തന്നെ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പുള്ളി പറഞ്ഞു ഓക്കെ മോനെ ചെയ്യാം, ഇത് മോനെ ഇത്രയും ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അല്ലേ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും സാർ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്ന ആവശ്യം കഴിഞ്ഞു, ലൊക്കേഷൻ എത്തുന്നതിന് മുമ്പ് എന്റെ ആവശ്യം കഴിഞ്ഞു. എനിക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങി അടുത്ത ബസ് പിടിച്ച് തിരിച്ചു പോരാം. അപ്പൊ സാറ് പറഞ്ഞു മോനെ ധൃതി ഉണ്ടോ? ഞാൻ ഇല്ല സാർ, എനിക്ക് ട്രെയിൻ വൈകുന്നേരമാണോ? ഓക്കെ എന്നാ സെറ്റിൽ വരൂ. എന്റെ കോസ്റ്റ്യൂം കണ്ടിട്ടില്ലല്ലോ, ഈ കായംകുളം കൊച്ചുണ്ണിയൊക്കെ എത്തിക്കരപ്പൊക്കെ ആയിട്ട്. അപ്പോ ഞാൻ പറഞ്ഞു സാർ, ഞാൻ ഈ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയല് ഞാൻ 1000 എപ്പിസോഡ് ഡബ് ചെയ്തതാണ്, കായംകുളം കൊച്ചുണ്ണിക്ക് ഡബ് ചെയ്തതാണ്. അപ്പൊ ഈ സീരിയലിന്റെ കാര്യം അറിയാലോ, എല്ലാ ലെയേഴ്സും വന്നു പോയിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് ഭയങ്കര പുള്ളി മോനെ അതിൽ ഇത്തിക്കര പക്കി എങ്ങനെയായിരുന്നു, എന്താണ് ഞാൻ അതെങ്ങനെയാ ചെയ്തത്, അത് ആരാ ചെയ്തത്, അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പൊ വീണ്ടും സംസാരിക്കാൻ ടോപ്പിക് കിട്ടി. അങ്ങനെ കേരളത്തിൽ പുള്ളി പറഞ്ഞു വരൂ, അകത്തേക്ക് വരൂ, എന്നിട്ട് ഞാൻ മേക്കപ്പ് കഴിഞ്ഞ് വന്നിട്ട് അത് കണ്ടിട്ട് പോയാൽ മതി. ശരി. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു സാർ, ഞാനൊരു സംഗതി ചോദിച്ചിട്ടാണ്, ഈ കിരീടത്തിന്റെ ബുക്ക് കൊടുക്കുകയാണ്, ഇത് ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ സാർ ഒരു ഓട്ടോഗ്രാഫ് വരാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ പ്രിയപ്പെട്ട ജിസ്സിന് സ്നേഹപൂർവ്വം മോഹൻലാൽ. ഇതാണ് എൻ്റെ വീട്ടിൽ കയറുമ്പോൾ ആദ്യം ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പുള്ളി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ വൈ ദിസ് ബുക്ക്, എന്തുകൊണ്ട് കിരീടം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കെയർഫുള്ളായി ജീവിക്കണം, ഒരു ചെറിയ തെറ്റ് നമ്മുടെ ഡെസ്റ്റിനിയെ മാറ്റിക്കളയും എന്നുള്ള സംഭവം. സേതുമാധവന്റെ ജീവിതം ഞാൻ പറഞ്ഞെങ്ങനെയാണ്, സേതുമാധവന്റെ ജീവിതം തിരിഞ്ഞു പോകുന്നത് MLA-യുടെ മകന്റെ വണ്ടി മാറ്റിയിടാൻ പറയുന്ന അച്ഛന്റെ പെരുമാറ്റത്തിൽ നിന്നാണ്. MLA-യുടെ മോൻ എന്താ പ്രത്യേക നിയമമുണ്ടോ, വണ്ടി മാറ്റിയിടാ, അവിടെ നിന്നാണ് സേതുമാധവന്റെ ജീവിതം അയാൾ പോലും അറിയാതെ മാറിപ്പോകുന്നത്, അച്ഛന്റെ തെറ്റിൽ നിന്നാണ്. പിന്നീട് ആ കുടുംബം ശിഥിലമായി പോകുന്നത് ചെങ്കോലിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാനെന്ന 9ാം ക്ലാസ്സുകാരന്റെ മനസ്സിൽ അന്ന് കോറിയിട്ടത്, വളരെ സൂക്ഷിക്കണം ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ, ഒരു ചെറിയ പ്രവൃത്തി ജീവിതം വേറൊരു വഴിക്കാക്കി കളയും. ഇത് എന്നെ പഠിപ്പിച്ചത് സിനിമയാണ് സാർ, ഇത് എന്നെ സ്വാധീനിച്ച സിനിമയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ലാത്ത മരണം സിനിമയിലുള്ള ഒരാളുടെ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ എനിക്ക് 3 പേരെ പറയാം. അതിൽ പ്രധാനപ്പെട്ട ആൾ ലോഹിദാസ്, രണ്ടാമത്തത് ജോൺസൺ മാസ്റ്റർ, മൂന്നാമത്തത് ഗിരീഷ് പുത്തഞ്ചേരി. ഈ 3 പേരും ഇനിയും ഒരു 25-30 വർഷം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാനത് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അത്രയേറെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള കക്ഷിയാണ് ലോഹി സാറ്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആക്ടർ ഓഫ് കോഴ്സ് മമ്മൂക്കയെ പോലെ തന്നെ ലാൽ സാറ്, നമ്മളിപ്പോൾ സ്ഫടികത്തെക്കുറിച്ച് പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങളുടെ 3 പേരുടെയും അത് എന്നെ ഏറ്റവും സ്വാധീനിച്ച പുസ്തകവും സിനിമയും ആക്ടറും റൈറ്ററും ഇതെല്ലാം കൂടെ ചേരുന്ന ഒറ്റ പേജാണത്. അതാണ് ഇതിൽ ഓട്ടോഗ്രാഫ് വാങ്ങിച്ചത്. പുള്ളി ഇങ്ങനെ ഷോൾഡറിൽ തട്ടി പുള്ളി ഒരു ചെറിയ ചോദ്യം ചോദിച്ചത്. അങ്ങനെ ഭയങ്കര രസമുള്ള ഓർമ്മയാണ്. അപ്പം എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പോൾ നിവിൻ പോളിയെ ആൽമരത്തിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആൾക്കൂട്ടത്തിൽ നിൽക്കുക. അപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടേ പോകാവുന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സെറ്റ് ഇത്രയും ആൾക്കാർ ഒക്കെ അല്ലേ. അപ്പൊ ഞാൻ ലാൽ സാറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ പരിചയപ്പെട്ടത്. അന്ന് പരിചയപ്പെട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ലാൽ സാറ് കുതിരപ്പുറത്ത് വന്നിറങ്ങുന്ന പരിപാടി, കുതിരപ്പുറത്ത് ഇങ്ങനെ വന്ന്, അപ്പോൾ ജിമ്മി ജപ്പ് 4-5 ക്യാമറയാണ്. അപ്പോൾ നേരെ വന്ന് ഇങ്ങനെ ലാൽ സാറ് വന്ന് കുതിരപ്പുറത്ത് വന്ന് കറക്റ്റ് പൊസിഷനിൽ കൊണ്ട് നിർത്തുന്നു. ലാൽ സാറ് ചാടി ഇറങ്ങുന്നു, മുന്നോട്ട് വന്ന് തോക്കെടുക്കുന്നു, ഇങ്ങനെ ഡയലോഗ് പറയുന്നിടത്ത് ആൾക്കാർ മുഴുവൻ ക്ലാപ്പ് ചെയ്യാണ്, നമ്മളും ക്ലാപ്പ് ചെയ്യുക. ഈ അഭിനയിക്കാൻ നിൽക്കുന്ന ഫ്രെയിമിലില്ലാത്ത ആൾക്കാരെല്ലാം ക്ലാപ്പ് ചെയ്യണം. ലാൽ സാർ കേൾപ്പം ഓക്കെ സാർ ഓക്കെ ആണോ? റോഷനാണ്, റോഷൻ ഒരു ടെന്റിന്റെ ഉള്ളിലാണ്. റോഷനെ ഞാൻ കണ്ടിട്ടില്ല, റോഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഓക്കെയാണ് സാർ, ഓക്കെ ഒന്നുകൂടെ പോകണോ? ഇപ്പൊ വേണ്ട സാർ, ഇത് ഓക്കെയാണ് ഷോട്ട് ആലോചിച്ച് നോക്കണം. വളരെ ടഫ് ഷോട്ടാണ്. ഒന്നാമത് ക്യാമറ ജിമ്മി ജിപ്പിലാണ്. ലാൽ സാർ കുതിരപ്പുറത്ത് വന്ന് ഈ കുതിരപ്പുറത്ത് നിന്ന് ഈ കോസ്റ്റ്യൂം ഇട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് വിവേകെ നമ്മൾ മറ്റേ ഷോർട്ട്സ് ഇട്ടിട്ട് കയറുന്ന പോലെയല്ല, ഈ മരം പോലെ ഇരിക്കുന്ന കോസ്റ്റ്യൂം അത് വെച്ച് പുള്ളി ചാടി ഇറങ്ങി പൊസിഷനിൽ വന്ന് തോക്ക് കൊടുത്ത് നിൽക്കുകയാണ്.
ഒരു 11:30 മണി നല്ല വെയിലത്തെ ഷൂട്ട് ചെയ്യണം. അങ്ങനെ കഴിഞ്ഞു. നേരെ മൊത്തം പുള്ളി ഇങ്ങനെ ചുറ്റിനും ആരെയും നോക്കുന്നു. ഉറപ്പായിട്ടും നമുക്കറിയാം നമ്മളെല്ലാം നോക്കുന്നതെന്നുള്ളത്. കാരണം നമ്മളെ പുള്ളി നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആ കൂട്ടത്തിൽ മറ്റേ ഇടവേള ബാബുച്ചേട്ടനൊക്കെ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ ബാക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ ലാൽ സാർ ഇങ്ങനെ നോക്കിയിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ എന്നെ അവന് ഒരു ചാൻസും ഇല്ല. സാർ എന്നെയാണോ? ഞാൻ നേരെ ചെന്നു, മോനെ ഷോട്ട് കണ്ടായിരുന്നോ? ഇതാണ് ഗെറ്റപ്പ്. വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞ ഇതാണ് അത്. എന്തൊരു നമ്മള് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ചില ഫ്രെയിംസ് എന്ന് പറയില്ലേ മനുഷ്യരെ, നമ്മൾ ഈർപ്പം ഉണ്ടാക്കുന്ന, നമ്മളെ കുറെ കൂടെ ഗ്രൗണ്ടഡ് ആക്കുന്ന അദ്ദേഹത്തെ പോലത്തെ ഒരു മഹാവീര് പർവ്വതത്തിന് നമ്മളിത് കോസ്റ്റ്യൂം കണ്ടാലെന്ത് കണ്ടില്ലെങ്കിൽ എന്ത് തിരിച്ചു പോയാലെന്ത് അവനവന്റെ കാര്യം നോക്കിയ സമയം. എന്നിട്ട് ആലോചിച്ച് നോക്കണം, മോനെ അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? അപ്പം അന്ന് ഷഫീർ സേട്ട് ജീവിച്ചിരിക്കുന്നു പാവം. ഷഫീർ സേട്ടിനെ വിളിച്ചിട്ട്, ഷഫീറെ വരൂ, ഇദ്ദേഹത്തിന് തിരിച്ച് ഹോട്ടലിൽ പോകണം, രാത്രിയാണ് ട്രെയിൻ, ഇപ്പൊ തന്നെ ഇവിടുന്ന് നമ്മളുടെ വണ്ടിയിൽ വേണം വിടാൻ, വേറെ പുറത്ത് നമ്മുടെ വണ്ടിയിൽ വിട്ടു കൊടുക്കണം, ഹോട്ടലിൽ ചെന്നിട്ട് എന്നെ വിളിച്ച് പറയാൻ വേണം എത്തിയെന്ന് പറയണം. വിവേകം നമ്മളിങ്ങനെ നിന്ന് ലിറ്ററലി ഉള്ളുകൊണ്ട് കറിയാന്ന് അറിയില്ലേ. അപ്പൊ ഞാൻ ശരി സാർ സന്തോഷം. അല്ല മോനെ ഡയറക്ടറെ പരിചയപ്പെടണ്ടേ? ഞാൻ പറഞ്ഞു റോഷനെ എനിക്ക് അറിയാം, എൻ്റെ ഫ്രണ്ടാണ്. എന്നിട്ടാണോ ആള് കാണാതെ പോകുന്നത്? വാ എന്നോട്ട് നേരെ ഈ ക്യാമറമാനും റോഷനും ഇരിക്കുന്ന ടെന്റിൽ കൊണ്ടുപോയി എന്നെ, റോഷ നിങ്ങളുടെ ഫ്രണ്ട് വന്നിരിക്കുന്നു എന്ന് കാണിച്ച് പുറത്തിറങ്ങിയപ്പോൾ എന്നെ വണ്ടി കയറ്റുന്ന സമയത്ത് മുരളിയേട്ടൻ കോസ്റ്റ്യൂമർ ഓടി വന്നിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞു പുലർച്ചെയാണ് ട്രെയിൻ എത്താ എറണാകുളത്ത്, അയാളോട് കൊച്ചി എത്തിക്കഴിയുമ്പോൾ മുരളിയേട്ടനെ വിളിച്ച് എത്തിയെന്ന് പറയണം എന്ന് പറഞ്ഞു. എൻ്റെ പൊന്ന് വിവേകം, നമ്മൾ തോറ്റു പോണ പരിപാടികൾ ഇതൊക്കെയാണ്. ഞാനൊരു ഇന്റർവ്യൂവിൽ ആദ്യമായിട്ട് ഇത് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വളരെ ക്ലോസ്ഡ് സർക്കിളിൽ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണത്. കാരണം എല്ലാവർക്കും ട്രഷർ ചെയ്യാൻ പറ്റുന്ന ഒരാളെ എക്സാക്ട്ലി ഒരാളെ കരുതലുണ്ടല്ലോ പുള്ളി. അതും ഞാനന്നൊരു സിനിമ ചെയ്തു എന്നുള്ള അഡ്രസ് പോലും ഞാൻ പറഞ്ഞിട്ടില്ല പുള്ളിയോട്. ആ സമയത്ത് ഞാൻ സൺഡേ ഹോളിഡേ കഴിഞ്ഞിരിക്കുകയാണ്, അത് പറഞ്ഞില്ല. ഞാൻ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടുത്ത അദ്ദേഹത്തിന്റെ ആഡ് ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ആഡ് ഫിലിം മേക്കർ മാത്രമാണ്. എന്നെ അത്രയേറെ കരുതേണ്ട ഒരാവശ്യവും ഇല്ല. ഭയങ്കര മെമ്മറി കിരീടത്തിൽ നിന്ന് പോയതാണ് അങ്ങോട്ട്. അതേപോലെ ഒരു കാര്യം ചോദിക്കണമെന്ന് വെച്ചാൽ, ഇപ്പൊ ഇത്രയും മേഖലകളിലെല്ലാം കൈവച്ചു, നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോ ഒരുപാട് സംവിധായകർ നമുക്ക് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് അഭിനയത്തിലേക്ക് ഇറങ്ങുന്നില്ല? എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ ഞാനും ജയസൂര്യയും അഭിനയിക്കാൻ വേണ്ടി നടന്നിരുന്ന 2 പേരാണ്. ഒരുപക്ഷെ എന്നേക്കാൾ 10 മടങ്ങെങ്കിലും അവൻ ആക്ടറായേ പറ്റൂ എന്നും പറഞ്ഞു നടക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതിനെ സ്വപ്നം കണ്ടിട്ടാണല്ലോ ഈ ഡബിങ്ങിലേക്ക് വരികയൊക്കെ ചെയ്തത്. പക്ഷെ അതിൽ ഡബിങ്ങിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ സമയമില്ലാത്തൊരു പ്രശ്നമായി. അത് രാവിലെ തുടങ്ങി 8 മണിക്ക് വന്നാൽ രാത്രി 12 മണി വരെ 9, 10 സീരിയലിലെ നായകനോ വില്ലനോ ആണ് ഈ ഡബ് ചെയ്യുന്നത്. അത്രയേറെ സീരിയലുകൾ, പഴശ്ശിരാജ, കായംകുളം കൊച്ചുണ്ണി, തച്ചോളി ഉദയനൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു സ്ത്രീ അറിയാലോ, ആ ഒരു സമയമായിരുന്നു. അപ്പോൾ അഭിനയത്തെക്കുറിച്ച് പയ്യെ മനസ്സിൽ നിന്ന് വിട്ട് അതിനുവേണ്ടി ശ്രമിക്കാൻ സമയമില്ല. ഇത് തന്നെ കംഫർട്ടബിൾ ആണ്. അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഒരു സ്വകാര്യ ചാനലിൽ പ്രോഗ്രാം ഡയറക്ടറായിട്ട് ജോലി കിട്ടി. അതിനൊപ്പം ആഡ് ഫിലിം കമ്പനി തുടങ്ങി. അപ്പോൾ അതിൻ്റെ സ്വൈര്യത്തിൽ അങ്ങ് പോയി. പിന്നെ ആക്ച്വലി ഭയങ്കര താല്പര്യമുള്ള മേഖലയാണ് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അത് കാണിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അങ്ങനെ ഓഫേഴ്സ് വന്നിട്ടുണ്ടോ? അതോ ഇപ്പൊ ഈ അടുത്ത് സംവിധായകനായതിനു ശേഷം? എന്റെ പൊന്നു ഉപയോഗം ചിരിച്ചു മരിക്കും. ഈ അടുത്ത് ഒരു പുള്ളി 2 സിനിമ ചെയ്തിട്ടുള്ള പുള്ളിയാണ്. അദ്ദേഹം ഒരു വോയിസ് നോട്ട് അയക്കുകയാണ്, ഒരു 20 മിനിറ്റുള്ള വോയിസ് നോട്ട്. അപ്പൊ ഞാൻ മൊത്തം കേട്ടു. ഞാൻ പറഞ്ഞു ഇത് എന്താ, ഞാൻ ഇത് ചെയ്യേണ്ടത്, എന്താണ് ഇത് ഏത് ക്യാരക്ടറാണ് ചെയ്യേണ്ടത്? അപ്പൊ അഭിനയിക്കണം എന്നുകൊണ്ടാണ്. അപ്പോൾ അല്ല ഇത് മറ്റേ മെയിൻ ക്യാരക്ടർ. ഞാൻ പറഞ്ഞു മെയിൻ ക്യാരക്ടർ നിങ്ങൾ എന്താ ഈ പറയുന്നത്? സിനിമയിൽ ആകെപ്പാടെ 5 or 6 സിനിമയിൽ മുഖം കാണിച്ചിട്ടുള്ള ഞാൻ ഈ സിനിമയിൽ എങ്ങനെയാണ്? അപ്പൊ അങ്ങനെ പുള്ളി കുറെ പേരുടെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സുഹൃത്തെ, കേൾക്കാൻ നല്ല സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഒരു പ്രൊഡ്യൂസറെ കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റൊരു താരത്തെ വെച്ച് അത് ചെയ്യാൻ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇതിനകത്ത് വേറെ ഏതെങ്കിലും ക്യാരക്ടർ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. നല്ല കഥയായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് കറണ്ട് മാർക്കറ്റിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു 10 വർഷം 12 വർഷം മുൻപ് 2 നല്ല സിനിമ ചെയ്തിട്ടുള്ള സംവിധായകനാണ്. 2 സിനിമയെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ സൈഡിൽ കൂടെ വരുന്നത് നമുക്ക് ഇങ്ങനെ വെറുതെ ആൾക്കാർ അപകടത്തിൽ ചാടിക്കണ്ടല്ലോ. അപ്പൊ അടുത്ത സിനിമ എന്താണ്? ഒരു
പ്രോജക്റ്റ് ആയിട്ടുണ്ടോ, അതെന്താണ്? അടുത്തത് 2-3 കഥകൾ ഇങ്ങനെ ഞാൻ എപ്പോഴും ആഴ്ചയിൽ ഒരു 3-4 കഥയെങ്കിലും കേൾക്കും. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് റീച്ച് ഔട്ട് ചെയ്യാനപ്പോൾ അറിയാലോ എളുപ്പം. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു 4-5 കഥ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് തലവൻ കഴിഞ്ഞിട്ടേ അടുത്തത് എന്തെന്നുള്ളത് ഫിക്സ് ചെയ്യുക. ഞാൻ പറയട്ടെ, ഇപ്പോൾ തലവൻ കഴിഞ്ഞിട്ട് 1 വർഷം ആയി. ഇപ്പൊ ജൂൺ വരുമ്പോൾ 1 വർഷമാവും സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട്. എന്നിട്ടും എന്നെ എല്ലാവരും, ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കൾ പറയാൻ ഇത്രയും ഗ്യാപ്പ് എടുക്കല്ലേ, നീ ഇപ്പോഴേ ഒരെണ്ണം കമ്മിറ്റ് ചെയ്യുക എന്നാലും അത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, തലവൻ കഴിയട്ടെ, തലവൻ കഴിഞ്ഞിട്ട്. കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ ഏറ്റവും ഭംഗിയാക്കിയിട്ട് വേറൊരു പ്രൊജക്റ്റിലേക്ക് നമ്മളിപ്പോൾ ചിന്തിച്ചാൽ ഇത് ഹാഫ് മൈൻഡഡ് ആയി പോകും. അതും ഇല്ല ഇതും ഇല്ലാത്തൊരവസ്ഥയാവും. നമ്മളുടെ ഓഡിയനെ നമ്മൾ ഏറ്റവും വിലയുള്ള ഒരാളാണ്, നല്ല ചെറുതായി കാണാൻ പറ്റില്ല. സോ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിജയമോ പരാജയമോ ഇത് ഏത് രീതിയിലാണ് പ്രേക്ഷകർ അംഗീകരിക്കണേന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത് കമ്മിറ്റ് ചെയ്യാം. അടുത്ത ഒന്നും നിലവിൽ കമ്മിറ്റ് ചെയ്തിട്ടില്ല. താങ്ക് യു വെരി മച്ച് ചേട്ടാ. തലവൻ ഇനിയും വലിയൊരു സക്സസ്, ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് പോട്ടെ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച്. മൈ പ്ലഷർ വിവേക്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വിവേക് അന്ന് ഫസ്റ്റ് ഡേ ഷോ നടക്കുമ്പോൾ വിവേകിനെ ഞാൻ അവിടെ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നോക്കിയപ്പോൾ എനിക്ക് വിവേകിന്റെ റിവ്യൂസ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. നമ്മുടെ സിനിമയെ കുറിച്ച് മാത്രമല്ല, മറ്റ് സിനിമകളെ കുറിച്ച്. വിവേക് നല്ലത് എഴുതിയ സിനിമകൾ നല്ല സിനിമകൾ തന്നെയായിരുന്നു. അതിപ്പോ നിങ്ങൾ ആസിഫിന്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. നമ്മൾ ഫ്രണ്ട്സ് ആണ്, പക്ഷെ എന്നെക്കാൾ നിങ്ങൾക്ക് ആസിഫിനോടോ. അപ്പോൾ വിവേകിന്റെ ആ ഫസ്റ്റ് ഡേ റിവ്യൂ വന്നപ്പോൾ എനിക്ക് ഉള്ളതുകൊണ്ട് വിവേകിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇതുവരെയുള്ള സിനിമകൾ വിവേക് എഴുതിയതൊക്കെ നന്നായിട്ട് പോയി, ഇത് നന്നായിട്ട് പോകുമായിരിക്കും. എന്നാലും താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ. മൈ പ്ലഷർ. താങ്ക് യു മാൻ.